ആ നീ എന്താ ഇവിടെ? വേഷം കണ്ടിട്ട് മനസ്സിലായില്ല. ഇവിടെ ചാടുപ്പുണ്ടോ? ചായടുപ്പല്ല, കേറ്ററിംഗ്. അതൊരു കലയാണ്. നിന്നെ പോലെ ഇങ്ങനെ സൈക്കിളും ചവിട്ടി കിടന്നാലേ അത് മനസ്സിലാവുകയല്ല. എന്നിട്ട് കലാകാരൻ തിരുവനന്തപുരത്ത് എന്താ പരിപാടി? നമ്മുടെ കമ്പനിക്ക് ഇവിടെ ഒരു ഓർഡർ കിട്ടി, ഒരു സമ്മേളനം. അപ്പൊ ഞാനും കൂടെ ചാടിക്കറി. നീ ഇവിടെ ഉണ്ടല്ലോ. ആ ദേ അപ്പൻ. ആ തെണ്ടി എങ്ങനെയാ തിരിച്ചു കയറിയേ? ആര്? അലക്സ് സാറോ? സാർ പിള്ളേരെ കയറി പിടിക്കുന്നവരെ സാറിന് വിളിക്കാമോ? സാക്ഷി പറഞ്ഞ ഞാൻ ആരെയാ ഇപ്പൊ? അയാൾ ഒരു വർഷം കൊണ്ട് തിരിച്ച് ജോലി കയറിയില്ലേ? ഇതാണ് ഹോസ്റ്റല്. എന്തേ? ശോകമാണല്ലോ. ഇത് എന്നാ ബിൽഡിംഗ് ഇത്? അതെ, ഞങ്ങൾ സഹിച്ചു. ഉള്ളതിൽ ഭേദം ഈ ബ്ലോക്കാ. ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യം. ഒന്ന് പിടിച്ചേ. എനിക്ക് ഒന്ന് ടൗൺ വരെ പോകണം, കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ഞാൻ ഒന്ന് കുളിച്ചേച്ചും വരാം. അതെ, എനിക്കിന്ന് വർക്കുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്നാ പാമ്പാണ്, ഞാൻ കയറി നോക്കാം. പോ, എന്നെ വേഞ്ചില്. പേടിക്കണ്ട, അതെന്റെ ഫ്രണ്ട് അടി. ഇതെന്തോ ഇത്? എന്തേ, പാമ്പിനെ കിട്ടിയോ? ഇവിടെയാണോ നീ താമസിക്കുന്നത്? എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ഇതെന്നാ ദുരിതാശ്വാസ ക്യാമ്പാണോ? നാട്ടിലെ ഹോസ്റ്റൽ വെച്ച് നോക്കുമ്പോ ഇതെന്ത് ഭേദമാണ്. ശരിയാ. പാമ്പ് പോയോ ചേട്ടാ? എവിടെ പോവാൻ അലസേ? നിന്റെ തല്ല താമസിക്കേണ്ടത്. പിന്നെ എവിടെയാ? ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ടാ? കഷ്ടമാണ്. നിങ്ങളൊക്കെ ആർക്ക് വേണ്ടി ഓടും ചാടുകയൊക്കെ ചെയ്യുന്നത്? നാടിന് വേണ്ടിയിട്ടല്ലേ? നിങ്ങളൊന്നും ഇതിന്റെ അകത്തല്ല താമസിക്കേണ്ടത്. മാനുവൽ ഒന്ന് നിർത്തിക്കാം. അല്ലടാ, ഈ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തിനിങ്ങനെ മിണ്ടാതിരിക്കുന്നേ? സമരമാണെങ്കിൽ ഞാനും ഉണ്ട്. ഈ ആഴ്ച 3ാമത്തെ പാമ്പാണ്. സമരോ? പിന്നല്ലാതെ, ഇത് ഹോസ്റ്റലല്ലേ, മൃഗശാല വല്ലതും ആണോ? ഞാനുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എത്ര കാലമായി പറയുന്നു. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കില്ലേ? നമുക്ക് സമരം ചെയ്യാം. പത്രക്കാരെയൊക്കെ ഞാൻ കൊണ്ടുവരാം. എന്നെ മുറി അതിന്റെ അകത്തുള്ളത്. ഒറ്റണത്തിന് വാതിലില്ല, ജനലില്ല. നാറിയിട്ടൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് ഉറങ്ങുന്നേ? മാനുവൽ സമരം ചെയ്യണമെന്നേ നമ്മൾ മീഡിയ ഒക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കണം. ഇതൊന്നും വെറുതെ വിടരുത്. ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ താമസിക്കേണ്ടത്. ഇപ്പൊ ശരിയാക്കി. ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ അകത്ത് പോയി വാർഡിന്റെ അടുത്ത് കാര്യം പറയാൻ പോവാ. നമ്മൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്യും. താൻ പോയി ബാക്കിയുള്ളവരെ കൂടി വിളിച്ചു. ഒരു 7 മാസമായിട്ട് എൻ്റെ പുറകെ നടക്കുക. സ്ഥിതി വളരെ മോശമാണ് സാറേ. ഇവരിപ്പോ എന്ത് ചെയ്യണം? വള്ളക്കടവിൽ കൂലിപ്പണിയാ സാറേ. ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻ അല്ലേ. ഞാനാണ് ബൈക്കിൽ എണ്ണയടിക്കാൻ 500 രൂപ കൊടുത്ത് കനകക്കുന്നിൽ വരുത്തിയത്. ഈ വർഷം മുഴുവൻ ട്രെയിനിങ് നടത്തുന്ന പിള്ളേരെ നോക്കൗട്ടാക്കിയിട്ടാണ് ഇവർ ജയിച്ചത്. ഇപ്പം ക്ലബിൽ ഇതുപോലെ 4 പേര് ഇവിടെ ഉണ്ട്. ഞാൻ എന്തായാലും ഇവിടുത്തെ അസോസിയേഷനിൽ കൊടുക്കാം. ടൈല് പൊക്കാൻ എൻ്റെ പിള്ളേർ ഇത്ര കഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ മെഡല് ബാധ്യത അത്രയ്ക്ക് തീർക്കാനുണ്ട്. മെഡല് കിട്ടിയ എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് കരുതി. അതുമില്ല. എന്തെങ്കിലും സഹായം കിട്ടുന്ന ഇവർ ചോദിക്കുന്നത്. നമുക്ക് ശരിയാക്കാം. ഇക്ക ചെല്ല്. ഒരാൾ ഒരു ഫെഡറേഷൻ ഭരിച്ചാൽ മതി എന്ന് പരാതി കൊടുത്തവനാ ഇപ്പൊ അപേക്ഷയും കൊണ്ടുവന്നിരിക്കുന്നു. ശാപം. യവനൊക്കെ ഉണ്ടല്ലോ, ഒരു എരണം കെട്ടവനാണ്. ഹലോ, സമരം? ഈ പെമ്പിള്ളേർ നേഴ്സുമാരെ കണ്ട് പഠിക്കുന്നതാണാ? വാ വിളിക്കട്ട്. തൊണ്ട പൊട്ടുമ്പോ നിർത്തിക്കോളും. ആ ലേഡീസ് ഹോസ്റ്റലിൽ സമരം വന്നു. മതം പൊട്ടിയോടെ എല്ലാത്തിനും. ഇന്റർവ്യൂ കൊടുക്ക്. ചെല്ലുന്നു. ഹായ്, എനിക്കൊരു ബൈറ്റ് വേണം. നമുക്ക് അങ്ങോട്ടേക്ക് നിന്നാലോ? ആലിസ്, എന്തിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ സമരം? അത് പിന്നെ
ഇവിടുത്തെ സൗകര്യങ്ങളിൽ ആലിസ് തൃപ്തിയാണോ? മതിയായ സൗകര്യങ്ങളുണ്ടോ എന്നാണ്. അത് ഇല്ല. എത്ര അന്തേവാസികളാണ് ഇവിടെ ഉള്ളത്? 90. എത്ര ടോയ്ലറ്റുകളുണ്ട്? 4. അത് കുറവല്ലേ? അത് പിന്നെ കുറവാണോ അല്ലയോ? ആണ്. ഈ ആഴ്ച എത്ര പ്രാവശ്യം ഇവിടെ പാമ്പ് കയറി? 3. മുറികൾക്ക് വാതിലുകളും ജനലുകളും ഉണ്ടോ? ഇല്ല. ഫെഡറേഷനാണോ ഈ അനാസ്ഥയ്ക്ക് കാരണം? അത് പിന്നെ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ വാങ്ങിത്തരാൻ സാധിക്കുന്ന അത്ലറ്റ്സിന്റെ പൊട്ടിത്തെറിയാണ് നമ്മളിപ്പോൾ കേട്ടത്. സ്പോർട്സ് ഫെഡറേഷനിലെ വ്യവസ്ഥിതികൾക്കെതിരെ ദീർഘകാലം പോരാടിയ പി വർഗീസ് എന്ന മുൻകാല അത്ലറ്റിക് കോച്ചിന്റെ മകൾ ആലിസ് ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ജീവൻ പണയപ്പെടുത്തിയാണ് ഇവരിവിടെ താമസിക്കുന്നത്. ഫെഡറേഷൻ ഈ അവസ്ഥ കാണുന്നുണ്ടോ? പുതിയ ഹോസ്റ്റൽ എന്ന് ലഭിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ക്യൂ ന്യൂസിന് വേണ്ടി വർദ്ധ. മുറികൾക്ക് വാതിലുകളും ജനലുകളും ഇവളെയൊക്കെയാണ് ജനഗണമനെന്ന് പറഞ്ഞ് റഷ്യക്ക് വിടാൻ പോണത്. വല്ല ആവശ്യമുണ്ടോ മിനിസ്റ്ററെ? നാഷണൽ ചാമ്പ്യനാടോ, മെഡലും കൊണ്ടുവരും. വരുമ്പോ ഇതുപോലെ ഓരോ കേസ് കെട്ടും ഒപ്പം കൊണ്ടുവരും. ഇവളുടെ അച്ഛനെ ഓർമ്മ ഉണ്ടല്ലോ, ഒതുക്കപ്പെട്ട പാട്. എടോ ഇത് കേക്ക്, ഇവിടെ പ്രശ്നം ഹോസ്റ്റലാണ്, വിഷയമല്ല, ചെറിയ കേസ്. പക്ഷേ അതിന്റെ വാലി പിടിച്ച് ആരെങ്കിലും വന്നാ ഇതേ കോൺട്രാക്ടർ വെച്ചാണ് സ്റ്റേഡിയം പണിതത്, അങ്ങോട്ടുള്ള റോഡ് പണിതത്. മാലപ്പടക്കം പോലെ ഓരോന്നായിട്ട് പൊട്ടും സാറേ. ആ അതുകൊണ്ട് ഇത് ഇന്ന് ഇപ്പൊ ഒതുക്കണം. എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, തീർക്കാം ഇപ്പൊ തന്നെ. അറിയാലോ എന്നെ, ഞാൻ സുഖമായി അങ്ങ് കൈ കഴിയും. ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. അറിയാം, നന്നായി അറിയാം. സമരം ഞാൻ തീർക്കും. എങ്കിൽ തനിക്ക് കൊള്ളാം. ഫ്രാൻസ്, നമ്മുടെ ആവശ്യങ്ങൾ ഫെഡറേഷൻ അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയട്ടെ, എല്ലാ വിഭാഗങ്ങളിലെയും ഫൈനൽസ് അവസാനിക്കുന്നതിന് മുൻപ് പുതിയ ഹോസ്റ്റലിന്റെ പണി തീർക്കുമെന്നാണ് അവർ നമുക്ക് ഉറപ്പു തന്നിരിക്കുന്നത്. ഈ സമരത്തിനൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് നമ്മുടെ മാനുവൽ ചേട്ടനും. അതെ ആലിസേ, എന്താ ഒരു ബിൽഡപ്പ് ഒക്കെ? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം. നീ നാളെ കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ ഡൽഹിയിലോട്ടും റഷ്യയിലോട്ടും ടോക്കിയോയിലോട്ടൊക്കെ അങ്ങ് പോകും. ഞാനിവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞൂടെ എൻ്റെ ഒരു സമാധാനത്തിന്? എൻ്റെ അമ്മോ, ഇത്രക്ക് ധൈര്യം എവിടെ നിന്ന് വന്നടാ? നീ തമാശ വിട ആലിസേ. നീ നാളെ വാഗമൺ വരുന്നുണ്ടോ? വരണ്ടേ? വാ. വന്നാൽ നീ വാ. ഉം.